Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയിലുള്ള ഒരു MA പ്രോഗ്രാമാണ്, MA ഇൻ എൻ്റർപ്രണർഷിപ്പ്. ഇതൊരു PG ഡിഗ്രി പ്രോഗ്രാമാണ്, അതായത് PG പ്രോഗ്രാമാണ്, MA പ്രോഗ്രാമാണ്. ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്, മാക്സിമം വരുന്നത് 4 year ആണ്. മീഡിയം ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്, എക്സാം എഴുതേണ്ടത്. സ്പെഷ്യലൈസേഷൻ വരുന്നത് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളതാണ്. ഇതിൻ്റെ എയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു കോഴ്സ്, എന്തിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സിറ്റ് പോയിന്റ് 1, ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത PG ഡിപ്ലോമ കിട്ടുന്നതാണ്. എൻ്റർപ്രണർഷിപ്പ് PG ഡിപ്ലോമ ഇൻ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ലഭിക്കുന്നതാണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈന് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ അത് ആർക്കൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അത് ഉപകാരപ്പെടുക എന്നുള്ളതൊക്കെ ഈ ഒരു പറയുന്നുണ്ട്. ഓക്കെ, ദെൻ വരുന്നത് എലിജിബിലിറ്റി ആണ്. Bachelor degree in any discipline or its equivalent from a recognized university or institution എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഫീ പറയുന്നത് 8200 പ്ലസ് രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ ആണ് പെർ ഇയർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ അടക്കം 8900 രൂപയാണ് വരുന്നത്. 8900 റുപ്പീസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് 8200 റുപ്പീസ് മാത്രമേ, 8200 രൂപ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റർ നെയിം, അവരുടെ ഇമെയിൽ ID ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനോ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോഴ്സ് ഡീറ്റെയിൽസിൻ്റെ സബ്ജക്റ്റ് വൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, സെമസ്റ്റർ ആയിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം. നമ്മൾ ഇഗ്നോയിൽ ഇയർ വൈസ് പ്രോഗ്രാംസ് ആയാലും സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആയാലും അതിൻ്റെ സബ്ജക്റ്റുകളെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്തിട്ടുള്ളത് സെമസ്റ്റർ 1, സെമസ്റ്റർ 2, സെമസ്റ്റർ 3 അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ സെമസ്റ്ററുകളായിട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഓരോ സെമസ്റ്ററുകളും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് തിയറി പേപ്പറാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്ററിലോ ഫസ്റ്റ് ഇയറിൽ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, പ്രൊജക്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, കയറി നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്താണ് പ്രൊജക്റ്റ് വരുന്നത്. ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തിയറികളാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊജക്റ്റ് 2, രണ്ടാമത്തെ പ്രൊജക്റ്റ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊജക്റ്റാണ് ഈ ഒരു കോഴ്സിൽ വരിക. ഇതൊരു 64 ക്രെഡിറ്റിൻ്റെ ഒരു MA പ്രോഗ്രാമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അക്കാദമിക് സൈഡ് പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ എന്താണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മാനുവലൊക്കെ നമുക്ക് ലഭിക്കുക ഇഗ്നോയുടെ ലൈബ്രറി ഈഗാൻ ഘോഷ് എന്ന വെബ്സൈറ്റിലാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം റീജിയൻ സെൻറ്ററിലും ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ വടകരയിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നോക്കൂ, നിങ്ങൾ ഇത്രയും കോളേജസിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇത്രയും കോളേജസിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലേതെങ്കിലും ഇഷ്ടമുള്ള കോളേജിൽ നിങ്ങൾ സ്റ്റഡി സെൻറ്റർ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി കൊച്ചിൻ റീജിയൻ സെൻറ്ററിലും അതുപോലെ തന്നെ ഒരുപാട് കോളേജ് നോക്കൂ നിങ്ങൾ. ഈ യെല്ലോ കളറിലുള്ള ഇത് കൊച്ചിൻ റീജിയൻ സെൻറ്റർ, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ കോളേജസ് ആണ്. റീജിയൻ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും എന്താണെന്ന് അറിയാത്തവർ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ട്രിവാൻഡ്രത്ത് നോക്കാം. ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഒരുപാട് കോളേജുകളുണ്ട്. നിങ്ങൾ ഈ കോളേജ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ആ പ്ലേസിനടുത്തുള്ള ഒരു കോളേജാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യാം. ഒരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നിങ്ങൾ ഡോക്യുമെൻ്റൊക്കെ നിങ്ങൾ അയച്ചു തന്നാൽ മതി. പറയപ്പെടുന്ന ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് വഴി സ്കാൻ ചെയ്തോ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. പരിപൂർണമായിട്ടും ഓൺലൈൻ അഡ്മിഷനാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻറ്റേഴ്സിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതില്ല. സെൻറ്റേഴ്സിൽ നമ്മൾ എന്തിനൊക്കെയാണ് പോകുന്നത്, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ, ലാബ് അറ്റൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ എക്സാം സെൻറ്ററിൽ നമ്മൾ എക്സാം എഴുതുവാനാണ് പോകുന്നത്. മറ്റുള്ള ക്ലാസ്സിനോ ഒന്നും നമ്മൾ പോവേണ്ടതില്ല, അഡ്മിഷൻസിൻ്റെ കാര്യങ്ങൾക്കൊന്നും പോവേണ്ടതില്ല. സർട്ടിഫിക്കറ്റ് വരെ നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയാണ് അയച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടുതൽ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക്